മീൻ തിന്നിട്ട് ദഹിച്ചിനെ ചെമ്മീന്. നെക്സ്റ്റ് വീഡിയോയിലേക്ക് വന്ന് പടക്കം പോകുന്ന വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതന്നെ. അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച ശരിക്കും സാധാരണ ശരിക്കും വിശ്വരൂപം കാണിക്കാൻ വേണ്ടി പോകുന്ന രാവിലെ അതിന്റെ വിശ്വരൂപം കാട്ടിക്കൊടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഇതിന് നമുക്ക് കപ്പയും കൂട്ടിട്ട് രാവിലെ നല്ല മൺചട്ടിയില് നല്ല പുളിയെല്ലാം മീൻ നല്ല ചോന്ന ചാറും കൂട്ടിന് ഇതിനെ അടിക്കണം ഈ സാധനത്തിന്. അപ്പൊ സാധനത്തെ കാണുന്നതിന് മുമ്പിൽ നമ്മൾ എല്ലാവരും ഇങ്ങനത്തെ വേണമെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഫസ്റ്റ് കാണുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തല്ലോ അല്ലേ. കുറെ ആൾക്കാരിലേക്ക് വീഡിയോ എത്തും. നമ്മൾ വേഗം 100 അടിക്കാൻ വേണ്ടി എല്ലാവരും കൂടി നമ്മളെ ഹെൽപ്പ് ആക്കണല്ലോ അല്ലേ. അപ്പൊ നല്ല കിടിലം വീഡിയോ ആയിരിക്കും നമ്മളെ ശരിക്കും സാധനം ഒന്ന് കാണിച്ചു തരാം. തെറിക്കുന്ന സാധനം നമ്മള് അധിക സാധനം തെറിക്കില്ല വരുന്നത്. ഇത് ഇവിടെ ശരിക്കും തെറിച്ചിരിക്കും അല്ലോ അല്ലേ. അപ്പൊ വീഡിയോയിലേക്ക് പോ. ഓക്കെ ടീക്കെ രാവിലെ. അപ്പൊ ജസീൽക്ക നമുക്ക് പിടിച്ചിട്ട് ജസീൽക്കാരെ വലയിൽ വന്നു. പക്ഷെ ഈ സാധനം നമ്മൾക്ക് സാധാരണ വെച്ചാല് നമ്മൾ ഉപ്പളത്തിൽ വരാത്തൊരു സാധനമാണ്. പക്ഷെ ഇവൻ അങ്ങനെ ഇത്ര നാള് നല്ല വെള്ളം ഉണ്ടായത് ഉപ്പളത്തിലധികം കുറവാണ് ഇവരെ കിട്ടല്. പക്ഷെ ഇത്രയും നമ്മള് പുഴയിലങ്ങ് ഉപ്പളം വരാൻ തുടങ്ങത്രേ അല്ലേ. അപ്പൊ നമ്മ ഇങ്ങനെ സാധനം കണ്ടെങ്കിൽ കിട്ടിയ കിട്ടി നമുക്ക് കിട്ടി തന്നു നോക്കട്ടെ. കാണുന്നുണ്ട്. നമ്മളെ സാധനം തെറിക്കുന്ന സാധനം ഇവൻ തെറിക്കുന്നില്ല എന്ന് ആരും പറയുന്നത് രാവിലെ. ഇവന്റെ തെറിക്കുന്ന സാധനം തന്നെയാ. ഇത് മുഷുവിന്റെ സംഭവത്തിൽ പെട്ടെന്ന് സംഭവം അല്ലോ അല്ലേ. അപ്പൊ ഇത് ഈ മുഷു എന്ന് വെച്ചാല് നമുക്ക് ഇതിന്റെ ശരിക്കും പേരെന്നറിയില്ല. മുഷുവിന്റെ സംഭവം എന്തോ നമുക്ക് ഇതിനൊരു ഏട്ട വെച്ചിട്ട് ഇതിനപ്പുറം വെച്ചിട്ട് കാണിച്ചു കൊടുക്കാം. ഇതിന്റെ തോലെല്ലാം പൊരിക്കണം തോന്നല്ലോ. തോലെല്ലാം പരിക്കാനുണ്ട്. അപ്പൊ ഇതിന്റെ കിടിലം വീഡിയോ നമുക്ക് കാണാൻ ഉപ്പിന്റെ വീട് കൊണ്ട് പിന്നെ തോലെല്ലാം പരിച്ചിട്ട് നമുക്ക് വല്ല കപ്പരപ്പുറം പരട്ടണ. അതന്നെ നല്ല സെറ്റ് ആവൂലേ. ഭയങ്കര ടേസ്റ്റിലൊരു പരിപാടിയാണ്. ടേസ്റ്റിലെ പരിപാടിക്കും പിന്നെ തോലുരിക്കാണ് തോന്നല്ലേ. നമുക്ക് തോലുരിക്കാവാ. ഓക്കെ രാവിലെ നിങ്ങൾ ഇറക്കൂലേ? അതിന്റെ കിടക്കിട. അപ്പൊ ഇത്രയും വലിയ സാധനം ഉണ്ടാവൂലേ. ഇത്രയും വലിയ സാധനാണ് ഇതിനെ ഇറക്കാൻ വേണ്ടി പോയത്. സാധനം നോക്കിയ ഇത് തോലിയിരിക്കണം അല്ലേ. നമുക്ക് എത്ര കിലോ ഉണ്ട് തൂക്കി വെക്കണ്ട, തൂക്കി നോക്ക്. അപ്പൊ ഞാൻ തൂക്കി വെക്കാറാവൂലേ. എത്ര കിലോ ഉണ്ട് നമുക്ക് അറിയാമല്ലോ. രാവിലെ തൂക്കി നോക്കിയാതെ നമ്മ പറയുമ്പോ കറക്റ്റേ പറയൂ. 2.5 കിലോ 2.5 കിലോ 100 അധികം ഉണ്ട്. 100 ഗ്രാം കയറ് എടുക്ക് സാധനം എടുക്ക്. നമുക്ക് കാണുമ്പോ പറയും കാഴ്ചയിലമ്മ പറയും. അപ്പൊ ഇതിനെ തൊലി വിരിക്കണം കേട്ടോ. തൊലി വെച്ചിട്ട് നമുക്ക് ആക്കണ്ട്. അപ്പൊ ഇതിനെ കൊല്ലണ്ട് പ്രൂഫേ പാപ്പന ഇറക്കൂലേ. ഇതിനെ ഇറക്കട്ടെ. അത് എന്നിട്ട് അറുത്തിട്ട് നമുക്ക് കാണിക്കാം അല്ലേ. ഓക്കെ ക്രൂരം കാണിക്കുന്നില്ല. ഓക്കെ ടീക്കെ. ഇപ്പൊ ചത്തില്ലേ? പൊട്ട് നീ അളവ് നോക്കുന്നുണ്ടാ? അളവൊന്നുമില്ല. വെക്കുന്നുണ്ട്. ഏടിക്ക് പറ്റി പോകുന്നത് ബൾക്കി പോലെ. ഇത് ബൾക്കിന്നിപ്പോ വല്ലാണ്ടിത്. ഒന്നുമില്ലേ? ഒന്നുമില്ല. ഇപ്പൊ നല്ല കൊട്ടായിരിക്കുന്നു. അതിന്റെ നമുക്ക് തൊലി ഉരിച്ചെടുക്കണം ഉണ്ടാവില്ല. തൊലി ഉരിക്കണമെങ്കിൽ നമ്മൾ കത്തി എടുത്തു. കത്തി ഉണ്ടാ? കത്തിയടില്ലേ? തോല് ഒരിക്കലും വലിയ പണിയാപ്പ ഇത്. കട്ടാകുന്നില്ലേ? ഇതിന് കട്ടാക്കിട്ട് കാണിക്കാല്ലേ. അതിന് തൊലി ഉരിക്കട്ടെ. എന്തായി പാപ്പാ? എന്താ തോലി ഉരിക്കുന്നതാ? ബാഹുബലിയാണേ. ഇതിപ്പോ ബലയെല്ലാം കൂടിട്ട് പിടിക്കണോ? ഇതിപ്പോ ബലി. കട്ട് ചെയ്തെടുക്കുന്ന മാറി. കട്ട് ചെയ്ത് മാറിയല്ലേ. കട്ട് ചെയ്തെടുക്കാം. നമുക്ക് രാവിലെ നോക്കിയാ നമ്മളെ ചെക്കനുള്ള അടിപൊളിയാക്കിട്ട് തൊലിരിച്ചെടുത്തിട്ടുണ്ട്. തൊലിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനീനാ
ഒരു തുണ്ടമാ വെട്ടണം. തുടിക്ക വെട്ടണം. തുടിക്ക വെട്ടണോ? എന്നാ തുടിക്ക വെട്ട്. സാധനം നോക്കിയാലേ മീറ്റല്ലേ? മീറ്റ് നല്ല പറഞ്ഞ വന്നേരം ഇതുണ്ടല്ലോ തല. അത് മുച്ചേ തല വേണ്ടല്ലോ. തല ശരിയാവില്ല. അവിടെ വെക്ക് പയ്യ കളയാ. നിങ്ങ അറുപേരം തന്നെ കേട്ടാ കൈക്കല്ലോ നോക്കിയേ. നോക്കിയോട്ടെ അനക്ക് തലേന്ന് അനക്ക് 2.5 കിലോ ഉണ്ടായിന്. 1/2 കിലോ തലയായി. 1/2 കിലോ തലയായി ഒരു തല പോന്നാണ്. തലക്കെല്ലാം ചെയ്യുന്നുണ്ട്. എന്തിത്? അത് നമ്മൾ ഇതുണ്ടാവില്ലേ ഏത് മൂരിത്തലെല്ലാം വെക്കല്ലേ? അതേ കണക്കത്തിതാണ് മീറ്റ് കണ്ടിട്ട് ഇത് പറ്റാണ്ട്. ഇതിന്റെ വയറ് വെച്ച് നെയ്യാണ്. എല്ലാം നെയ്യാണ്. നെയ്യ് നല്ല ടേസ്റ്റാണ്. നെയ്യിട്ട് പറ്റിക്കണം. എല്ലാം നെയ്യാണ്. കണ്ടാ ഇത്രയും ഭാഗം നെയ്യാണ്. അതിന്റെ മീറ്റ് കണ്ട രാവിലെ അരിഞ്ഞെടുക്കുക. ഇങ്ങനെ പഠിച്ചില്ലല്ലോ. അനക്കിന്റെ ഒരു ഭ്രാന്തുണ്ട്. കാരണം വെച്ചാൽ ആ മീൻ മുറിക്കുന്ന വീഡിയോ ഉണ്ടായില്ലേ? ആരെങ്കിലും ഇങ്ങനെ മീനെല്ലാം കട്ട് ചെയ്തേ നല്ല കാണും ഞാൻ. എന്നിട്ട് ഇങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനത്തെ വലിയ മീനെല്ലാം പിടിച്ച് മുറിക്കണമെന്ന്. സത്യോ? പ്രൊഫഷണൽ കട്ടർ. തുടിക്ക വെട്ടും. ഞാൻ കത്തിയായോണ്ടാണ്. ഓ നൈസാക്കിനെ. നിങ്ങൾ മുറിയാൻ പഠിച്ചിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ബ്രൗഫും മേശയും കസാലയും കുട്ടിയും കൊണ്ടുതരും. നൈസാക്കിനത് നൈസ്. ഇറച്ചി നോക്കതിന്റെ ഇതെല്ലാം ആർക്കും കുക്കിംഗ് പറയാൻ വന്നത് പറഞ്ഞു ഒന്നുമില്ല. അപ്പൊ നമ്മളിത് വെറും മുള്ളു മാത്രം സെറ്റ് ആക്കിട്ടാവില്ലേ? മുൾ സെറ്റ് ഇതാ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്ന് കിട്ടിയ ഇറച്ചി എന്ന് പറയുന്നതാ. ഇതാന്ന് ഇറച്ചി രാവിലെ. ഇത് തുടിക്ക വെട്ടണം. ഒന്ന് പിടിച്ചേ. മീന് വലിയൊരു തടുപ്പാണക്കത്തെ മീനെ കിട്ടി. അതിനെ കൊത്തിയുടെ അരിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൊടിയെല്ലാം പിടിച്ചിട്ടുണ്ടല്ലോ. MSF കൊടിയെല്ലാം പിടിച്ച് മീനക്കറി വെക്കാനാ. ഇത് മുള്ളില്ല രാവിലെടാ. ഏത് 1.5 മുഷു. അതിനെ കൊത്തി വരട്ടി. അതിനെ കൊത്തി വരട്ടിയില്ലേ? നാളെ 10:20 കാലായി. നമ്മളെ ഇതുണ്ടല്ലോ മുഷി നോക്കിട്ട് നല്ല അലുവ കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട്. ലഫ്ലി കട്ടിങ് ആണ്. ഇത് നല്ല പച്ചക്ക് തിന്നാൻ പറ്റിയ സാധനം. പച്ചക്ക് തിന്നുന്നില്ല. തിന്നാണ്ട് എത്ര ഇറച്ചി ഇതെല്ലാം ആരും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടോ. ജേഴ്സിയിലൊക്കെ പാവം നമുക്ക് തന്നിന്. വന്നിട്ടാ മോനെ ബള്ളും കൊണ്ട് മീറ്റ് നോക്ക് നിങ്ങ. കൊട്ടുപോരാക്കിട്ടാ. പിന്നെ അയല്ല അയലുവൊക്കെ മുറിക്കാനാ ഒരു കസേട്ട് എടുത്ത് തന്നെ. ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് അറിയില്ല. ഇത് തലയുടെ ഇത് ഇതാക്കാൻ വേണ്ടി വെച്ചാണ്. അന്ന് അതിനാക്കല് സൂപ്പാക്കാൻ വെച്ചു. തല സൂപ്പ് ആരാക്കല് രാവിലെ. അപ്പൊ നമ്മളെ പീസെല്ലാം നല്ല തണ്ടവും മുണ്ടുവാക്കിയിട്ടുണ്ടേ. അതന്നെ നല്ല അടിപൊളി സാധനമാണ് കേട്ടാ. ഇതിന്റെ സംഭവം ഇത്രപ്പാട് നമുക്ക് ഇറച്ചി കിട്ടിയിട്ടുണ്ട്. എത്രപ്പാട് ഇറച്ചിയുണ്ട്. ഇതാ നോക്കിയട്ടെ. എന്താ ഇതിന്റെ ഇറച്ചി? ഇത് വേണോ മുള്ളു വേണോ? അത് തറച്ചിടണോ? പിന്നെ നല്ല കൊട്ടർച്ചി. പിന്നെ അല്ലാണ്ട് കൊട്ടിട്ടാലും രസം പോത്ത ഇത് ആയിട്ടല്ലേ. ആട്ടെ. അപ്പൊ ഇനി കൂടെ മസാല കൂടെ പിടിച്ചിട്ടാവല്ലേ? ഇന്നേതായാലും സന്ധ്യ ആയിന്. അപ്പൊ നമ്മൾ രാവിലെ കാലത്തിന്റെ കുക്കിംഗ് രാവിലെ എടുത്തു. മസാല പിടിപ്പിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റിട്ട് ഇതിന് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും നമുക്കറിയില്ല. കാരണം ഇത് പണ്ടേ കേട്ടറിവില് വലിയ കൊണില്ലാത്ത മീനാണ് ശരിക്കല്ലേ പറയല്. നമുക്ക് വെച്ചിട്ട് ടേസ്റ്റ് ആക്കാം. ഞാൻ പറഞ്ഞുതരാം ഓരോന്ന്. അപ്പൊ സംഭവം നമ്മൾ ഇതിന് മസാലയും കൂടെ പെക്കിട്ടാവല്ലേ നമുക്ക് എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റാം. രാവിലെ എണിച്ചിട്ട് കപ്പയും കൂട്ടി റെഡി ചെയ്യാന്നല്ലേ. നാളത്തെ കൊറേ ആൾ ക്ഷണിച്ചിട്ടുണ്ട് രാവിലെ. ഇപ്പൊ രാവിലെ തിരക്കൊന്നും പറയാൻ പറ്റില്ല. നാളെ ഇപ്പൊ എന്തല്ലോ എൻഗേജ്മെന്റും എന്തൊക്കെയുണ്ട്. കാലത്താക്കണം രാവിലെ.
ഓ പാനി കൊടുക്ക്. ഒരുപാട് നെയ്യുണ്ടാവും കേട്ടാ. നെയ്യ് ഉണ്ടാവുള്ള. നെയ്യ് വെള്ളമായിരിക്കും. നെയ്മീനായത് രാവിലെ അതിലേക്ക് കളാസ്പൊഞ്ഞ് ഉപ്പ്, കുറച്ച് കളാസ്പൊഞ്ഞ് ഉപ്പ് ഇട്ട് വെക്കുക. കുറച്ച് ഉപ്പ്. ബീഫിന്റെ ഇറച്ചിയൊക്കെ ആയിട്ടുണ്ടേ. നല്ല ബീഫ് എല്ലാം പറഞ്ഞാൽ ബീഫ് തന്നെയാണ് ശരിക്കും. കുറച്ച് കളാസ്പൊഞ്ഞ്. ഞാനൊരു കാര്യം ചോട്ടെ, ഞാൻ സത്യം പോലെ പറയും. മഞ്ഞപ്പൊടി ഇടുന്നില്ല ഫസ്റ്റ്. മഞ്ഞപ്പൊടി എടുക്കാൻ പറഞ്ഞ ഇനി വീട്ടുപൊടി എടുത്തിടാൻ മതി. അവിടെ മഞ്ഞപ്പൊടി നോക്കി. പെപ്പർ മസാല. ഇതൊന്നും അതിന്റെ രസം നോക്കിട്ടെ. ഇതെല്ലാം പെരക്കുമ്പോഴത്തേക്ക് ഇതാ നല്ല മാങ്ങ മുറിച്ചിട്ട് ഉപ്പിലിട്ടാണിക്കേ തട്ടിട്ട് രാവിലെ മാങ്ങ പെരക്കുന്നത്. ചെന്നായി സ്മെല്ല്. അപ്പൊ ഇതിങ്ങനെ ആക്കിയിട്ട് നമുക്ക് രാവിലെ സംഭവം വെച്ചാല് സംഭവം പറ. ഇതിന്റെ ഇറച്ചി അത്ര വലിയ എനിക്ക് എന്റെ കേട്ടറിവാണ്. ഞാൻ കഴിച്ചു നമുക്ക് കഴിക്കുകയും ചെയ്യല്ലോ അല്ലേ. പിന്നെ നമുക്ക് ചൂണ്ടുപ്പ് കിട്ടുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ ആക്കിയിട്ട് നമുക്ക് അത്ര എരി പിടിക്കലോ ഉപ്പ് പിടിക്കലോ ഒന്നും ഈ ഇറച്ചിക്കൈ പിടിക്കലില്ല. അപ്പൊ നമ്മൾ എന്താക്കുന്നത്, ഇതിൽ നിന്ന് നല്ല ഉപ്പും എരിവെല്ലാം ആക്കി വെച്ചിട്ട് അങ്ങനെ ഫ്രീസറിൽ നാളെ രാവിലെ വരെ വെക്കുന്നു. നോക്കണം അവന്റെ ഉപ്പ് പിടിക്കില്ല പറയണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമ്മളിതാ നല്ല ഉപ്പും മുളകലും തേച്ച് വെച്ചിട്ട് വീട്ടിൽ കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് രാവിലെ സെറ്റ് ആക്കുന്നത്. ഞാൻ അന്നേരം വെച്ചിനി കഴിഞ്ഞില്ലേ. നമ്മള് കിടലായിട്ട് രാവിലെ ചക്കനെ കട്ടി ബന്ധാക്കിയിട്ടുണ്ട്. അപ്പൊ എന്നെ വീട്ടിൽ കൊണ്ടുപോയി രാവിലെ ഏതായാലും കുറച്ച് മഞ്ഞപ്പൊടി വിട്ടിട്ട് നേരെ മറ്റേ ഫ്രിഡ്ജിൽ വെക്കുന്നത്. നാളെ രാവിലെ എനിക്കൊന്ന് കപ്പിയും കൂട്ടുന്നു. നല്ല ചട്ടിയിൽ ഇങ്ങനെ നല്ല മോളിശം വെക്കുന്ന കൂട്ടുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ ഓക്കെ ടിക്ക് ഇനി രാവിലെ കാണാം. ഓക്കെ ടിക്ക്. കല്യാണത്തിന്റെ തലേന്ന് നമ്മള് മൂസിനെ പിടിച്ച് മുറിച്ച് വെച്ചില്ലേ. പിന്നെ കല്യാണത്തിന്റെ തിരക്കായി, പിന്നെ അമ്മയുടെ പരിപാടി എല്ലാം മൊത്തം തിരക്കായി പോയി. എല്ലാം മൊത്തം തിരക്കായി. 2 ദിവസമായിട്ട് ഫ്രിഡ്ജിൽ നമ്മൾ മസാലയും പറ്റിട്ട് വെച്ചിട്ട് എന്തായാലും കഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താക്കി ലാസ്റ്റ് അറിയാം എടുത്തിട്ട് ഉച്ചക്ക് കറി വെച്ചിന്ന് കല്യാണ തലേന്ന് എല്ലാരും കൊടുക്കല്ലേ. അല്ലേ വേറെ രക്ഷ കാണില്ല. ഇത് ബാക്കി മുളകോട്ടിന് ഒന്നും എടുക്കാൻ പറ്റില്ല. കല്യാണത്തിന്റെ തിരക്കാണ്. മോശം നോക്കി രാവിലെ സാധനം കണ്ടേ നല്ല അരവെല്ലാം കൂട്ടിട്ട് നോക്കിയാ സാധനം സാധനം കണ്ട രാവിലെ ഇറച്ചി നോക്കിയതാ. നല്ല ചിക്കന ബീഫ് ഇത് തിന്നുണ്ടാ. ഇത് ഏതായാലും പൊട്ടിച്ചില്ല നോക്കാല്ലേ. ഉമ്മുണ്ടാ. ഉമ്മ നല്ല ഉമ്മില്ല. കാരണം അതിന് അത്ര എരിവ് ഒന്നും പിടിക്കില്ല. പക്ഷെ നീ നല്ല ഡിഷ് നോക്കി രാവിലെ നമ്മളൊരു മലിഞ്ഞീന്റെ ടേസ്റ്റ് അല്ലേ. മോശമില്ല, സാധനം മോശമില്ല. ഇന്ന് കല്യാണ തലേന്നാണ്. അപ്പൊ ഉച്ചക്ക് ഒരുപാട് നമ്മൾ ചെങ്ങായിമാരുടെ പണികൾ എടുക്കുന്നുണ്ട്. അപ്പുറത്ത് പെയിന്റ് അടിക്കുന്നുണ്ട്, ഇപ്പുറത്ത് എന്തെങ്കിലും ആക്കിയത്. അപ്പൊ എന്താക്കി ഉച്ചക്ക് നമ്മളെ ചോറും പറവിന്റെ അപ്പുറം ലേശം മുഷ്കറിയും കൂടി ഉച്ചക്ക് ചോറ് വയ്ക്കല എന്ന പരിപാടി. അപ്പൊ ഇതോടുകൂടി നമ്മളെടുത്ത പരിപാടി സ്റ്റോപ്പ് ആക്കിയത്. സ്റ്റോപ്പ് എന്നല്ല, ഇനി നാളെ കല്യാണമാണ്. കല്യാണം കഴിഞ്ഞിട്ട് കല്യാണത്തിന്റെ വീഡിയോ വേണമെങ്കിൽ പറയാനില്ല. ഇതപ്പോ വീഡിയോന് എപ്പോ എത്തുന്ന അറിയാനില്ല. കല്യാണത്തിന്റെ വീഡിയോ ആയിട്ട് എനിക്ക് കാണാലോ അല്ലെ. നമ്മൾ ചെറിയ വീഡിയോ എന്തെങ്കിലും ജസ്റ്റ് നമുക്ക് അന്നേരം വീട്ടിലെടുത്തിടാലോ അല്ലെ. അതിന് നമുക്ക് ടേസ്റ്റ് നോക്കാം. കാരണം ടേസ്റ്റ് നമുക്ക് നമ്മൾ എല്ലാവരും ചോറ് കഴിക്കട്ടെ. എന്നിട്ട് നമുക്ക് എല്ലാം സെറ്റ് ആക്കാം. ഓക്കെ അല്ലേ? എന്നാ പിന്നെ എല്ലാം ഓക്കെ ടീക്കെ. പല പണി ഉണ്ടാവില്ലേ. എന്താ പണി? ഇടലാൻ പണി. ഞാൻ ഇത് കല്യാണത്തെ ഏറ്റവും സെറ്റ് ഞാനാ ചെയ്യുന്നത്. ആ മെഹന്തി ഞാൻ വെക്കും. ഇത് നമ്മൾ എല്ലാ പണി ഏറ്റെടുക്കും. അതിന്റെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പന്തല് താഴെ പെയിന്റ് അടിക്ക് തുടങ്ങി. ജലദോഷം പനിയെല്ലാം പിടിച്ചിട്ടുണ്ട്. കൊണ്ടോട്ടെ കൈ കൊണ്ടോ. രാത്രി നട്ടപ്പനിക്ക് കുത്തിയിരുന്ന് അടിച്ചത് 0.5 ഇതാ. കുഴപ്പമില്ല. ഓർത്തു നിങ്ങളെ മെഹന്തിക്കാരൻ ദഹനക്കാരെന്നെല്ലാം കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഇനി ആരൊക്കെ വിളിച്ചോക്കെ പൂജ പച്ച തമ്പുരാൻ റബ്ബേ. ഞാൻ ഈ മാലക്കെട്ട് പരത്തിയ നേരത്തെ ഞാൻ പരക്കലായി കുട്ടിയിരുന്നിട്ട് എന്നീ പഠിക്കുന്നത്.
അവസാനം കല്യാണ പെണ്ണിൻ്റെ നോക്കട്ടെ കണ്ടോ ഞാൻ വരച്ചത് ഏതോ മെഷീൻ വരച്ചതോ അല്ല എല്ലാം സെറ്റന്നെ അതിന് ബാക്കി കൂടെ ആക്കണം എൻ്റെ കല്യാണത്തിന് സാധനം നോക്കട്ടെ മെഹന്തിയുടെ തന്നെ വിളിച്ചേ. അപ്പം നമ്മൾ മുഷ്കറിൻ്റെ വീടിൻ്റെ അവസാനിക്കുകയാണ്. അപ്പം നമ്മളെ കല്യാണ വീഡിയോയെല്ലാം നമ്മൾ ഒരുപാട് ഇരുത്ത് കാണിക്കണം എന്ന് വിചാരിച്ചിന്. അപ്പോൾ എല്ലാ വീഡിയോയുടെ ബാക്കിൽ പാട്ടും കൂത്തും ഉള്ളതുകൊണ്ട് ക്ലൈമ് നല്ല പേടിയായതുകൊണ്ടും ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഫുഡിൻ്റെ സെക്ഷനിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടായിന്. അപ്പോൾ എല്ലാം നല്ല ഉമ്പുണ്ടായിന്. അപ്പോൾ സെറ്റ് കല്യാണമൊക്കെ നമ്മൾ അടിച്ച് പൊളിച്ച് ഫുഡെല്ലാം സെറ്റായിന്. അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് അടുത്ത രാവിലെ കല്യാണത്തിന് നമുക്ക് തെറിക്കുന്ന കല്യാണ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആണെന്ന് പറയാം എല്ലാവർക്കും ഓക്കെ ടീക്കെ.